പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഡബിൾ നൈഫ് ഉണ്ടാക്കാൻ പോകുന്നത്. നിഞ്ചയുടെ ഫിഫ്ത്ത് ഐറ്റമാണ് അത്. ഫിഫ്ത്ത് ഐറ്റമാണ് ഈ ഡബിൾ നൈഫ് എന്ന് പറയുന്നത്. സിമ്പിളാണോ എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഒരു A4 വേണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ A4 നമുക്ക് ഇതുപോലെ കാണുന്നില്ലടാ. ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് ഇവിടെ കാണുന്നില്ലായിരുന്നു. നീ നോക്കിക്കേ, നീ വേറെ ഒന്നും ചെയ്തു. സൈഡും അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ഒന്നുകൂടി അതുപോലെ തന്നെ ചെയിൻസോ പിന്നെ എന്തൊക്കെയോ കുറേ വേറെ സാധനങ്ങളൊക്കെ ചെയിനൊക്കെ പേപ്പർ ചെയിനുണ്ട്. ഇനി ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഉണ്ടാകുന്ന സമയം ലോങ് വീഡിയോ ആവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇത് കാണുന്നില്ല. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവരും ചെയ്യണം. ചാട്ടൻ ഇങ്ങനെ മടക്കും. ഓക്കെ, ഇതുപോലെ ചെയ്യണം. അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇപ്പം ഞാൻ ഒന്ന് നോക്കിയിട്ട് ചെയ്തു. സൈഡിൽ ഫോൺ എനിക്ക് ഇടയ്ക്ക് മറ്റേത് ഉപയോഗിക്കേണ്ടി വരുമോ? എത്തില്ലല്ലോ. ശരിയാണ്. ഇവിടെ കാണുന്നില്ലടാ ഗൈസ്. ഈ വീഡിയോ മൊത്തം ഒന്ന് സ്റ്റിക്ക് ചെയ്യണം ഗൈസ്. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ പീസസ് ആക്കി കൊടുക്കണം. ഇതെല്ലാത്തിലും ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. ഇതിൽ മാത്രം സിംഗിൾ ഗൈസ്. എടാ ഈ പേപ്പർ കാണുന്നു.
ജസ്റ്റ് ഈ ഭാഗം ഉരുട്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തോട്ടായിട്ട് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ സാധനമില്ലേ അതിൻ്റെ അകത്തോട്ട് ആ ചുരുട്ടിയതില്ലേ ഇതുപോലത്തെ ഒരു പേപ്പറിൻ്റെ അകത്ത് ചുരുട്ടി വെച്ച സാധനം അകത്തോട്ട് കയറ്റിയിട്ട് അവിടെ വെക്കുക. ആയിട്ട് മറ്റേ ഇതുണ്ടാക്കിയ ഈ കഷ്ണമില്ലേ ഇതെടുത്തിട്ട് വേറെ പരിപാടി ഇത് ആദ്യം ഇത് കാണുന്നില്ലേ ഇങ്ങനെ ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ മൊത്തത്തിൽ ഞാൻ മറന്നു ഡബിൾ ബാരൽ ഗണ്ണെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇത് ഡബിൾ ഗൺ ഡബിൾ നൈഫ് നിഞ്ച ഡബിൾ ഇപ്പം ഞാൻ ബാക്കി കൂടി ഇതിങ്ങനെ ചെയ്തു ഞാൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ അത് ഒന്നുകൂടെയും ചെയ്തു അത് ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടെയും ചെയ്തു ഒന്നുകൂടെയും ചെയ്തിട്ട് ഒന്നുകൂടെയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ചെയ്തിട്ട് ആ ചെറിയ സൈസ് ഇവിടെ കാണുന്നില്ലായിരുന്നു ചെറിയ സൈസില്ലേ അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ വരെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കണം. ഫുള്ള് ഈ പേപ്പർ മൊത്തത്തിൽ ഈ സൈസിൽ ഫോൾഡ് ചെയ്തിട്ട് കളർ പേപ്പർ ഇല്ല വേസ് അല്ലെങ്കിൽ ഞാൻ കളർ പേപ്പർ വെച്ച് എൻ്റെ ഉണ്ടല്ലോ എവിടെ വൈറ്റ് അല്ല ഫോർ വെച്ചിട്ടാണ് വേസ്റ്റ് മൊത്തം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മൊത്തം ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ് ഞാൻ ഇത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ നോക്കി ഇത് ഇങ്ങനെ ഫുള്ളല്ലായിരുന്നു. എടാ വന്ന് നോക്കിക്കേടാ ക്യാമറയിൽ കാണുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇത് അത്യാവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് അത് അവിടെ നെക്കി ആക്കുക. വേണ്ടത് ഇതില്ലേ ഇതുണ്ട് ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അത് ഇങ്ങനെ മറിക്കും ഇങ്ങനെ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഉണ്ടോ ഇതുപോലെ. അതുകൊണ്ട് ഞാൻ മടുത്തു പരിപാടി. നമുക്കൊരു 10 സാധനങ്ങൾ കുറച്ച് 10 വരെ ആയിരിക്കും കേട്ടോ. അത് സുഖമായിരിക്കും. ബാക്കി ഇത് നമ്മുടെ ഈ ഇതെടുത്തിട്ട് അത്യാവശ്യത്തിന് ഇങ്ങനെ കയറ്റി കൊടുത്ത് ഇവിടെ ബ്ലൂ വെച്ചിട്ടുണ്ടല്ലേ. എടാ ഇന്നല്ല ഇന്ന് വെച്ചിട്ട് വരാം. ഞാൻ അങ്ങനെ അത് ഒട്ടിച്ചിരിക്കുന്നു. ഒരു സാധനം റെഡി ആയിപ്പോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിക്കാൻ കളർ പേപ്പർ ഇല്ല വേണ്ട എനിക്ക് വേണ്ട. എടാ എൻ്റെ ഫയലിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒന്ന് കളർ പേപ്പർ ഉണ്ടോ കളർ അടിക്കാം. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇത് ചെയ്തത് കളർ പേപ്പർ ഇല്ലാത്തതാണ്. എൻ്റെ ഇവിടെ എൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക്
തീർന്നു പോയി ഗൈസ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കണം. വെയിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞല്ലോ. ബ്ലാക്ക് കളർ പേപ്പർ ഉണ്ടോ? എപ്പോഴേ കഴിക്കുക കണ്ണുണ്ടാക്കിയുണ്ടോ? ഓക്കെ ഞാൻ ബ്ലാക്കിൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എനിക്കുണ്ടെന്ന് ഗൈസ്. അതെ ഞാൻ ഈ ബ്ലാക്ക് ഇല്ലാത്തതാണ് ബ്രൗൺ എടുത്തു. വേണ്ടത് ഗൈസ്. അതെ ഇവിടെ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇതുണ്ടോ? ഇതിൻ്റെ പകുതി വരെ, ഇതിൻ്റെ ഈ തുള വരണ വരെ അതിൻ്റെ ഞാനേ ഒന്നുകൂടി നോക്കിയിട്ട് വരാം ഗൈസ്. എന്താ പുതിയ ഗണ്ണല്ല, സോറി ഗൈസ്. ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ഗൈസ്. മറ്റേ വീഡിയോ ഞാൻ ഇന്ന് എനിക്കൊരു സെക്കൻഡ്സ് അല്ല ഡിലീറ്റ് ആയിപ്പോയി, അല്ല സോറി ഓഫായിപ്പോയി. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമ്മുടെ ഗണ്ണിൻ്റെ ഈ അല്ല സോറി നൈഫിൻ്റെ ഈ ഇതില്ലേ അത് ഞാൻ ഒട്ടിച്ചു വിട്ടാം ബ്രൗൺ വെച്ചിട്ട്. നല്ല പവർഫുള്ളായിട്ട് ഇരിക്കുന്നു എന്നുവെച്ചാൽ തട്ട് കിട്ടിയെന്ന്. ഇത് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് മറ്റേ കത്തിയും കൂടി ഇങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുക്കുക, എന്നാലാണ് ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുണ്ടോ? അതുപോലെ ഞാൻ സെക്കൻഡ് ഇപ്പോൾ ഉണ്ടാക്കി തീരും. അല്ല ഗൈസ്, അപ്പോൾ നമ്മുടെ ഡബിൾ നൈഫില്ലേ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഇത് പുതിയതായിട്ട് ഇതെങ്ങനെ കയറ്റി വെക്കുന്നത് ഉണ്ടോ? ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത് പെൻസിലിട്ട് അവിടെ വലിയ തുളയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയും അത് ഒരെണ്ണം ഇതിൻ്റെ അകത്തോട്ട് മറ്റേത് ഇന്നലെ തിരിച്ചിട്ട് പെട്ടെന്ന് സാധനം സെറ്റ് ചെയ്യുന്നുണ്ടോ? ഈ സാധനം പഴയതാണ്. പഴയതിൻ്റെ അകത്ത് പുതിയ ഉണ്ടാക്കാൻ മടിയായിരുന്നു. സൂപ്പറല്ലേ? ഇതിഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ആരുടെയും പേര് ഏതാണെങ്കിൽ കമൻറ്റ് ചെയ്തോ.